ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഹൈപ്പും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഈ പുണ്യമാസം എത്തിയില്ലേ, റമദാനായി. അപ്പോൾ ഈ ഒരു റമദാൻ മാസം എല്ലാവർക്കും വലിയൊരു സന്തോഷവും ഉന്മേഷവും എല്ലാം നിറഞ്ഞൊരു മാസമാണ്, എല്ലാം കൊണ്ടും നല്ലൊരു മാസം. അപ്പോൾ നമ്മൾ കൂടുതൽ അടുക്കളയിൽ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞിരിക്കാതെ ഈ ഭാഗത്തിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക. അതുപോലെ കുറച്ച് മാത്രം നമ്മൾ ഫുഡും കാര്യങ്ങളും എന്തായാലും നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കുക. അതിനായിട്ട് തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ടൈം കളയരുത്. റമദാൻ മാസം ആയാൽ ഫുഡിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ടൈമും കൂടി നമ്മൾ കൂടുതൽ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഒരു എന്തായാലും ഭക്ഷണം വേണം, ഭക്ഷണം കഴിക്കാതെ നമുക്ക് എന്തായാലും നോമ്പെടുക്കാൻ കഴിയില്ല. പിന്നെ ആ നോമ്പ് തുറക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നാക്സുകളോ സിമ്പിളായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടൈം കുറച്ച് നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. നമുക്ക് നിസ്കാരത്തിനും ഓത്തിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അതൊക്കെ തന്നെ ഈ റമദാൻ മാസം നമ്മൾ ചെയ്താൽ നമുക്കുള്ളൂ. കുറേ ഫുഡ് ഉണ്ടാക്കി വേസ്റ്റാക്കി കളഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം നമ്മളെ ഇബാദത്തിന് എല്ലാം അതിനുമാണ് മുൻഗണന കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെ ഒന്ന് ചിലപ്പോൾ ഓതാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഓതിയിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു കടി അതിക്കൊരു കറി. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാനത് റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നിട്ട വീഡിയോ ഫസ്റ്റ് 1-ാം നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാനിതാ കുറച്ച് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പത്തിരി ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ പത്തിരി ഇപ്പോൾ അധികം അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ മക്കൾക്കായാലും ഇവിടെ ഇക്കാക്കായാലും പത്തിരി വലിയ ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ മോന് ബിരിയാണി വെക്കണം എന്ന് ഒരു നിർബന്ധം. അപ്പോൾ അവൻ്റെ മക്കളൊക്കെ നോമ്പെടുക്കുമ്പോൾ മക്കൾക്കും കൂടി ആഗ്രഹിച്ചിട്ട് അവരെന്താ പറയുന്നതും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഓവറായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. എന്തെങ്കിലും ഒരു എണ്ണക്കടി അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ബിരിയാണി ഒരുപാടൊന്നും വെക്കണില്ല കേട്ടോ. നമുക്ക് ആ നോമ്പ് തുറ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഒരു കുറച്ച് മാത്രം. പിന്നെ അത്താഴത്തിന് എന്തായാലും കുറച്ച് വെറും ചോറും വെക്കുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ബിരിയാണി കൊണ്ട് തന്നെ ആ അത്താഴം കഴിച്ചിട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ആയിട്ട് കിടക്കന്നെ ചെയ്തു. നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ ആ കിടക്കായിരുന്നു, എണീക്കാനൊന്നും പറ്റാത്ത കേട്ടോ. അപ്പോൾ പിന്നെ അത്താഴത്തിനും ആ ഒരു ബിരിയാണി വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ബിരിയാണി ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ വെക്കണത്. അപ്പോൾ കുക്കറിൽ എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങെടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങ്. അത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് അവിടെ ആവുമ്പോഴത്തേനും അതിലേക്കുള്ള ഒരു കുറച്ച് ഇഞ്ചിയും പച്ചമുളക് ഉള്ളി മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എണ്ണക്കടി ഇവിടെ മക്കൾക്കായാലും കവിനായാലും വേണം കേട്ടോ. എന്തെങ്കിലും ഒരെണ്ണം 2-3 വിഭവമൊന്നും ഞാൻ ഉണ്ടാക്കണില്ല, ഒറ്റ കടി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓരോ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൈമും പോവും. പിന്നെ ആ ബാങ്ക് കൊടുക്കുന്ന ടൈം വരെ നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ടും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ടും ഒക്കെ കൂടി ഒരു തിരക്കിൻ്റെ ഒരു കളി വയ്ക്കാറ് ആ സമയം. പക്ഷേ നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേനും എല്ലാം ഒരുക്കി വെച്ച് കുറച്ച് നേരം നമുക്ക് റിലാക്സ് ആവാനുള്ള ടൈം കിട്ടും കേട്ടോ. ബാങ്ക് കൊടുക്കണ വരെ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ആ 5 മണി അല്ലെങ്കിൽ ഒരു 5:15 അത്ര, അതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ തിരിയില്ല. എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കണേ കുറച്ച് മുന്നേ നമ്മൾ ഒന്ന് റിലാക്സായി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊല്ലി പറയാനുണ്ടെങ്കിൽ ദിക്റോ സ്വലാത്തോ ഓതാനോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആ ബാങ്ക് കൊടുക്കണവരെ അതൊക്കെ ഇരുന്ന് ചൊല്ലി പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കട്ട്ലൈറ്റിൻ്റെ പരിപാടികൾ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് പൊരിച്ചെടുത്താൽ മതി.
അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അയക്കുന്നു ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നോമ്പ് കഴിയുമ്പോഴത്തേനും കയ്യിലൊക്കെ ആകെ ചിലപ്പോൾ പൊള്ളൻ്റെ പാടുകൾ കുറേ ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ എണ്ണക്കടി ഉണ്ടാകുമ്പോൾ നമ്മളത് ഇടുമ്പോൾ തെറിക്കുമല്ലോ, നല്ല ചൂടായ എണ്ണയാണല്ലോ, അത് തെറിച്ച് കൈയൊക്കെ ചിലപ്പോൾ ആകെ പൊള്ളിയേക്കാരം. അങ്ങനെ അതവിടെ വേകട്ടെ, മൊരിഞ്ഞ് വരട്ടെ. അപ്പം തന്നെ നമുക്ക് തരി ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് തരി ഇവിടെ ഡെയിലി ഒന്നും ഉണ്ടാക്കില്ല, കഴിക്കണം തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി തരിക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുപ്പിച്ചെടുക്കുക. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചിലർ വേറെയും രീതിയിൽ വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയും വെക്കും, പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ടും വെക്കും, അല്ലെങ്കിൽ റവയും പിന്നെ പാലും പഞ്ചസാര ഇട്ട് തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് നെയ്യും തൂവി താളിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയും വെക്കും കേട്ടോ. സേമിയ ഞാൻ ഇടില്ല കേട്ടോ. എനിക്ക് സേമിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പായസത്തിൻ്റെ ഒരു രൂപമാവും. തരി ആവുമ്പോൾ ഫുൾ റവ മാത്രം ഇട്ടിട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം, ഇവിടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തരി ഉണ്ട് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ റവ മാത്രം ഇട്ടിട്ടോ, തരി സേമിയ ഇട്ടിട്ടില്ല. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞതും കൂടി നെയ്യിലൊന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു ഹാഫ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ കട്ട്ലേറ്റും തരിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സ് കുറച്ച് മുന്തിരിങ്ങയുണ്ട്, ആപ്പിളും പിന്നെ നമ്മൾ മഞ്ഞ വത്തക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആപ്പിൾ ഒരെണ്ണം തന്നെ കേട്ടോ എടുത്തിട്ടുള്ളൂ. ഒരു ആപ്പിൾ എടുത്തിട്ടത് ചെറുതാക്കി കട്ട് ചെയ്തിടുക. അതുപോലെ തണ്ണിമത്തൻ, ചില നാട്ടിൽ തണ്ണിമത്തൻ എന്നാണല്ലോ പറയുക, നമ്മളിവിടെ വത്തക്ക എന്ന് പറയും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നെ സഹായിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറയാണ്, നോക്കി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കാക്കൂടെ അടുത്തുണ്ട്, അതിൽ എന്നാൽ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതാട്ടോ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവർക്കും വേണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാൻ. അപ്പോൾ മക്കൾസൊന്നും വരില്ല കേട്ടോ. അങ്ങനെ അവർക്ക് വന്ന് നോക്കുക, എന്താ ഇതിലെന്താ അതിലെന്താന്ന് വെച്ചിട്ട് നോക്കി പോകാൻ അറിയുള്ളൂ. അവർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ചെയ്യും കേട്ടോ. അത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചെയ്യും, അല്ലാതെ ചെയ്യാനുള്ള സ്വയം വന്ന് ചെയ്യില്ല. അങ്ങനെ ഇതാ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ജ്യൂസ് നമ്മൾ മാംഗോൻ്റെ ടാങ്ക് പൊടി ഉണ്ടല്ലോ, ആ ചെറിയ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരത്തിലാണ്. ഞാനിതാ വേഗം കുറച്ച് തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിക്കേണ്ട ടൈമിൽ തുറക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ഇനി ഇവർ പോയി വന്നിട്ടാണ് കഴിക്കുക കേട്ടോ. എല്ലാവരും പുറത്ത് പോയി വന്നിട്ട്, പിന്നെ ചെറിയ മോന് തറാവിക്ക് പോകും. അപ്പോൾ അതൊക്കെ പോയി വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നോമ്പ് തുറന്നതിന് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിലൊന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.